നിങ്ങള് സ്കൂട്ടറില് അല്ലേ? ഇന്ന് രാവിലെ തന്നെ ഒന്ന് ധന്വന്തരി ക്ഷേത്രം വരെ അച്ഛൻ പൂജയാണ്, ശാന്തിയിക്കണ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്കൊന്ന് വന്ന് പോവാമെന്ന് വിചാരിച്ചു. രാവിലെ തൊഴാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ചീരത്തോട്ടൊക്കെ കണ്ടത്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ അമ്പലത്തിൽ ധന്വന്തരിയിൽ അവിടെ നിന്ന് തൊഴാൻ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അമ്പാഴങ്ങ പൊട്ടിക്കാനൊക്കെ നമ്മളെ നോക്കി നിൽക്കണം. അതെ അതെ, നമുക്ക് കുറച്ച് അമ്പഴങ്ങ പൊട്ടിക്കാണ്ട്. കുളത്തിലെ വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങിയില്ലേ? അന്ന് കുളത്തിലെ വെള്ളം പറ്റിയോ മാളു? അയ്യോ തീരല്ല. ആ, വെള്ളം പറ്റിയ കുളമായി മാറി. അന്ന് എത്ര വെള്ളം ഉണ്ടായിരുന്നല്ലേ? അത് ഇവിടെ പാടത്തിന്റെ ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ കുറഞ്ഞ വെള്ളല്ലേ. കുഞ്ഞാവേ ഇതാരാ? പെരിന്തൽമണ്ണ ചീരട്ടമണ്ണയിലാണ് കേട്ടോ ഈ ഒരു അമ്പലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ധന്വന്തരി മൂർത്തി ആയതുകൊണ്ട് തന്നെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുള്ള ഒരു അമ്പലം കൂടിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു അമ്പലം കൂടിയാണ് കേട്ടോ. തൊട്ട് മുന്നേ അച്ഛൻ ശിവൻ്റെ അമ്പലത്തിലാണ് പൂജ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റുവിളക്കൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ടും. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേഗം തന്നെ തൊഴുത് പോവാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ അച്ഛൻ എന്താ പ്രസാദൊക്കെ തന്നു. കുഞ്ഞാവേ പ്രസാദം നമുക്ക് ഗോപിക്കുരി തൊട്ടെടുത്താലോ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഒരു മുല്ലപ്പൂ ഉണ്ട്. നല്ല രസം. നല്ല രസോ. ആകാശം നോക്കൂ. തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാൻ പറ്റിയില്ല, ചില്ലറ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ദക്ഷിണ തരാതെയല്ലേ പ്രസാദം വാങ്ങിക്കണമെന്ന് പറഞ്ഞു തിരുമേനി. അപ്പോൾ പറഞ്ഞു, തിരുമേനി അമ്മയുടെ കയ്യിലേ ഉള്ളൂ പൈസ എന്ന് പറഞ്ഞു. എന്നിട്ട് തിരുമേനി അറിയാം അമ്മേനോട് ചോദിച്ചോളാന്ന്. തിരുമേനി എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനായിട്ടോ പറഞ്ഞത്. എല്ലാവരും വിചാരിക്കും ഇതെന്താ അത് പായസം കുടിക്കാൻ വിളിക്കുന്നുണ്ട് മാളു. ചെന്നോളൂ, പായസം അല്ലേ തരാന്നാ. അപ്പോൾ ഈ ധന്വന്തരി അവിടുത്തെ പ്രസാദമാണ് പായസം. അപ്പോൾ ചൂടൊന്നും അറിയിട്ടില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ട് പോവാം. എല്ലാവർക്കും ഉണ്ട്. 4 ഇലയിലാക്കിയിട്ട് ഇത്ര. കുഞ്ഞാ എന്താ ആലോചിച്ച് കഴിക്കണേ? നിങ്ങള് സ്കൂട്ടറില് അല്ലേ? വലിയച്ഛൻ്റെ ഒപ്പം ബൈക്കിലാണ്. നമുക്ക് കുഞ്ഞാവെ എവിടെയും കൊണ്ടോണ്ടാട്ടമ്മു. എന്നാ പോവാ. പൊട്ടെങ്കിൽ വെച്ചാൽ മതി. പൊട്ടെങ്കിൽ വെച്ചാൽ മതി. അതിയാണ്ട് ഇറങ്ങലേ. ആ അല്ല അതിയാ കഴിഞ്ഞാൽ അതിയും പോവാ. എങ്ങനെയൊക്കെ പോവാ. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ നേരെ പൊട്ടെങ്കിക്ക് ഞങ്ങള് വരാൻ നടന്നോളൂ. അങ്ങനെ അവര് സ്കൂട്ടറിന് പോയില്ലേ മുത്തശ്ശി? നമ്മൾ മാത്രമേ ഉള്ളൂ. കുറച്ചുണ്ടോ നടക്കാൻ? ആ ശരിയാ. അപ്പൊ മാങ്ങതാ പരന്ന് പിടിച്ച് കിടക്കണം. അതെ, നല്ല നാടൻ നല്ല വാസന. അച്ഛ എങ്ങനെയുണ്ട് മാങ്ങയുടെ സ്മെൽ? മാങ്ങ സൂപ്പർ, നല്ല നാടൻ മാങ്ങ. ഇവിടെ വല്യമ്മയടുത്ത് മാങ്ങ കുറേ ഇതാ താഴെ നിറച്ച് കിടക്കുന്നുണ്ട്. അതെ, വെക്കാൻ പറ്റിയ മാങ്ങ. ആ കുഞ്ഞാവ ഇങ്ങനത്തെ കുഞ്ഞാവ വേണ്ടത് നമ്മളെ ഗാർഡനല്ലേ? വായിച്ചിട്ടാ വാങ്ങിക്കോളൂ. പാപ്പം കൊടുത്തോളൂ അതിന്. ഞാൻ കൊണ്ടുപോയിട്ടില്ലേ കുഞ്ഞോ? അമ്പാഴങ്ങ പറിക്കാൻ പോകണേ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പോയി നോക്കട്ടെ. ചൂട്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. ഇവരെ വൈകുന്നേരം മാങ്ങ കിട്ടി. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ എടുക്കാം. ഇവിടെ കഴിക്കട്ടെ. മാവിന്റെ കൊമ്പ് ഉണ്ടോ അമ്മ? ചാഞ്ഞല്ലേ? അത് പ്രിയൂരായിരുന്നു. ഇപ്പം അതിനാണ് മാങ്ങ ഉണ്ടാവുന്നത്. പ്രിയൂര് നല്ല മാങ്ങയല്ലേ? പത്തും തിന്നാലോ. നല്ല സാധാത്. പച്ചന് തിന്നും. പണ്ട് നിങ്ങൾ ഇതൊന്ന് കഴിച്ചോ? എന്താല്ലേ ഇവിടെയൊക്കെയുള്ള സ്ഥലമല്ലേ? നല്ലൊരു മനസ്സ്. അമ്മക്ക് ഓർമ്മ അയവിറക്കുന്നുണ്ടോ? ആ ഞാൻ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊറേ.
നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ നിന്നായിരുന്നു? ഇവിടെ തന്നെ അല്ലേ നിന്ന്? ഇവിടെ നിൽക്കൂ. ഇതെല്ലാം അമ്പഴങ്ങ ആണ് മരം, ചാഞ്ഞ് കിടക്കാണ്. ചാഞ്ഞ് കിടക്കുന്ന അമ്പഴങ്ങ മരം. കൈകൊണ്ടന്നെ പൊട്ടിക്കാൻ നല്ലതാ. ഓർക്കപ്പുളി ആള് ഓർക്കപ്പുളീന്റെ പിന്നാലെ കാണിക്കുമോ തശി? കിട്ടി കിട്ടി. അമ്പഴങ്ങ കൊണ്ട് അമ്പഴങ്ങ പൊട്ടിക്കാണ്. അതെ, ഫ്രഷ് അമ്പഴങ്ങ. നെറ്റി നല്ല ഉറപ്പുണ്ട് കേട്ടോ. പക്ഷെ അത്ര ഇലക്കനുസരിച്ച് കാണാൻ ഇല ഉണ്ട് കുറെ. അതും അതാ ഒരു കൊല മേലെ. നമ്മളെ കടുമാങ്ങ പോലെ മുകളിലാണ് ഉള്ളത് അല്ലേ? ഗൈസ് പൊട്ടിച്ചോളൂ. ഇവിടെ ഒളിച്ച് കളിക്കാൻ പറ്റുന്ന സ്ഥലം. അത് ശരിയാ. അതെന്താ മുത്തശ്ശി അവിടെ? അതവിടെ അവിടെ കിണറവിടെയാണ്. അവിടെ ഒരു പുളി ഉണ്ട്, അതിന് അച്ഛൻ വള്ളികൾ വന്നതാ. വള്ളിയൊക്കെ പോണ അത് കൊടുക്കണ പുളിന്നൊക്കെ പറഞ്ഞു. നമ്മളെ വലിയ മരായിട്ടല്ലേ കണ്ടിട്ട് അങ്ങനെ പടർന്ന് പിടിച്ചിട്ടാ. ചേട്ടാ മേലെയാണ് കേട്ടോ. കാണിക്കൂ. കടുമാങ്ങേക്കാളിലും ചെറുത് മാങ്ങ കിട്ടിയതുണ്ട്. ആള് കുറച്ച് ഞെട്ടിയോട് കൂടി ഇട്ടു കേട്ടോ. അങ്ങനെ അമ്മ അമ്പഴങ്ങ പൊട്ടിക്കാണ് ഗൈസ്. ഞങ്ങൾക്ക് ഇതിന് ഒഴിവില്ലായിട്ടാ. നാളെ കട്ടിലാവുകൊണ്ടേ മറ്റേ മൂപ്പര വരും. പിന്നെ അവരൊക്കെ കൊമ്പ് കൊണ്ട് വെച്ചിട്ട് അവർക്കൊക്കെ ഉണ്ടായി. കൊമ്പ് കുത്തിയുണ്ടാവും. എന്തിന്റെ അണ്ടി അണ്ടി പറഞ്ഞു വാങ്ങയുടെ അതിങ്ങനെ ഉണ്ടാവല്. ഇവിടെ ഫുള്ള് ഇരുമ്പുളി ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയാ. കട്ട റെഡ് കളർ ഫുൾ. എന്തായി അവസ്ഥ കുട്ടികൾ? എന്തായി അവസ്ഥ? നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മള് ഒരു കൊല്ലം കൂടെ കഴിക്കുന്ന പറഞ്ഞ അമ്മ. അച്ഛൻ മാവുമ്മ കേറി. മാവല്ല അല്ല, അച്ഛൻ അയിമ്മ കേറി ആടുകയാണ് ഗൈസ്. വൈകുന്നേരം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു കേട്ടോ. നമ്മളിതങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സിനിമയ്ക്ക് പോകാന്നുള്ള കാര്യം. ഞാൻ എറണാകുളത്തായപ്പോൾ അന്ന് അവിടെ നിന്ന് പോയാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചത് അമ്മ കുറേ ആയി ഇപ്പോൾ സിനിമയ്ക്ക് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളിപ്പോൾ 4 ആൾ ഒരുമിച്ച് അങ്ങനെ പോവാറുള്ളത്. അപ്പം എന്നാൽ അങ്ങനെ പോകാമെന്ന് ഓർത്തുകൊണ്ട് ഞാനിന്ന് ഇവിടെ വന്നിട്ട് കാണാമെന്ന് ഓർത്തിട്ട് വാഴ 2 കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹൈപ്പായിട്ടുള്ള റിവ്യൂവും ഓരോരുത്തരുടെ സംസാരവും കരഞ്ഞു പോകുന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും നന്നത് കാണണമല്ലോ എന്ന് ഓർത്തിട്ട് വൈകുന്നേരം എല്ലാവരും മാളുവിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ പോകും. എപ്പോഴും തിയേറ്ററിൽ ആ സമയമായിട്ട് എത്തുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ്. ഈയിടെയായിട്ട് ഇത്തിരി നേരത്തെ എത്തൽ കുറവാണ്. ആ സമയമാകുമ്പോഴേക്കും അവിടെ എത്തും കേട്ടോ. ആ ഒരു സംഭവമാണ്. കാരണം എന്നും പണ്ടും ഇല്ലാത്ത ബ്ലോക്കാണ് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പാലത്തിൻ്റെ അവിടെ ഇന്നും പണ്ട് ബ്ലോക്ക് ഉണ്ടാവലേ ഇല്ല. ഇന്നലെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തദൈവ സിനിമയുടെ ഫസ്റ്റൊക്കെ ഒന്നും എന്ത് കാണാൻ പറ്റില്ല. അപ്പം അച്ഛൻ പറയാം എന്തായാലും സെക്കൻഡ് ഹാഫ് അവിടെ തുടങ്ങിയിട്ട് കയറാം. അപ്പോൾ എന്നിട്ട് അമ്മ പറയാം വരൂ എന്താ വഴുകല്ലോ വരൂ അവിടെ തുടങ്ങാനായി പറയാം കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല സിനിമ തന്നെയാണ്. പിന്നെ എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് ഇത്രയെങ്കിലും ഒരു മോറൽ സ്റ്റോറിയൊക്കെ ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ചെറിയ സങ്കടമൊക്കെ വരും, നമ്മളുടെ ഉള്ളിലൊരു വിങ്ങലൊക്കെ തോന്നും. നമ്മൾ ഈ സിബ്ലിങ്സിൻ്റെ ലവ്, അതുപോലെ തന്നെ ഫാദേഴ്സ് ഡോട്ടേഴ്സ്, അങ്ങനത്തെ നമ്മൾ അച്ഛനമ്മമാരുള്ള സ്നേഹവും അങ്ങനത്തെ നമ്മളുടെ ആ ഒരു നമ്മൾ കണക്ട് ചെയ്യണ ടച്ചിങ് ഫീല്, അങ്ങനത്തെ ഒരു ഫീലുള്ളൊരു സിനിമയാണ് കേട്ടോ. അമ്മ എന്നിട്ട് പറയാം ഇവിടെ വന്നതിന് ശേഷം ഹാർട്ട് ടച്ചിങ് ഫീൽ ഗുഡ് മൂവി ആയിരുന്നു എന്നൊക്കെ. അമ്മയുടെ കമൻട്രി കേട്ടിട്ട് ഞാൻ എന്നിട്ട് ഇരുന്ന് ചിരിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.